സ്മിത ഹരിദാസും ശ്രീനിതാകൃഷ്ണനും ഒരു മിനി പുലിവേഷത്തിലാണ്. അപ്പോൾ സ്മിത ഹരിദാസ്, വെരി ഗുഡ് മോർണിംഗ്. വിയൂരിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള മന്ത്രി കെ രാജൻ സംഘാടകനാണ്. പുലികളുടെയും ഇപ്പൊ പൂരത്തിന്റെ സംഘാടക പ്രമാണിമായ ഒരാളാണ്. അതെ, ഹാഷ്മി ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു സംസ്ഥാനത്തിന്റെ തന്നെ, കേരളത്തിന്റെ ഒരു സാംസ്കാരിക മുഖമായി മാറിയിരിക്കുകയാണ് മന്ത്രി കെ രാജൻ, തൃശ്ശൂരിന്റെ സ്വന്തം മന്ത്രി. നമ്മൾ പൂരത്തിനെത്തിയാലും ഇതുപോലെ പുലികളിക്ക് എത്തിയാലും അദ്ദേഹം ആദ്യം തന്നെ ഉണ്ട്. അത് പറയാതെ വയ്യ. എത്ര തിരക്കുണ്ടെങ്കിലും ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അദ്ദേഹത്തിന് എന്തും. നമസ്കാരം. 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 അതുപോലെ തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? ഉറപ്പായിട്ടും പുലിക്കളി തൃശ്ശൂരിന്റെ ഓണാഘോഷങ്ങളുടെ സമാപനമാണ്. തൃശ്ശൂരിന്റെ മാത്രമല്ല, കേരളത്തിന്റെ മുഴുവൻ മനസ്സ് ഇങ്ങോട്ട് വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ വേഷമിടുന്നവരൊക്കെ ഉന്നതരായിട്ടുള്ള ജോലിക്കാരും ഉദ്യോഗസ്ഥന്മാരുമായിരിക്കും. അവരേതാണ്ട് പണ്ടത്തെ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ആധുനിക കാലത്തിന്റെ എല്ലാ സംവിധാനങ്ങളെയും സ്വാംശീകരിക്കുന്ന. ഇന്നലെ ഇപ്പൊ പുലിവാലി യാത്രയുണ്ടായിരുന്നു. അതെ, പുലിവാലി പിടിക്കരുത് എന്നാ കേട്ടിട്ടുള്ളത്. ഇന്നലെ പുലിവാലി യാത്രയുണ്ടായിരുന്നു. എയിലൂടെ പുതിയ ഗാനങ്ങൾ വരികയാണ് പുലിക്കളിയുടെ. അപ്പോൾ വൈവിധ്യവൽക്കരണത്തെ കൂടി സ്വീകരിച്ചുകൊണ്ടാണ്. നേരത്തെ നമ്മുടെ ചാത്തുകുട്ടി പുലിയൊക്കെ വരിക എന്ന് വെച്ചാൽ 41 ദിവസത്തെ പൂർണ്ണമായിട്ടുള്ള പ്രദാഷ്ടാനം കഴിഞ്ഞ് ഏതാണ്ട് മല കയറുന്നത് പോലെ ഒരു ശരീരം മുഴുവൻ പാകപ്പെടുത്തിയെടുത്ത് കാലിലൊന്നും. ഇപ്പോൾ കാലിന് ഷൂസാണ്, പുലിയുടെ രൂപത്തിലുള്ള ഷൂസാണ്. വൈവിധ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ എങ്കിലും 500ഓളം വരുന്ന പുലികൾ ഇന്ന് നഗരത്തെ യഥാർത്ഥത്തിൽ പിടിച്ചെടുക്കും. ഇപ്പൊ കാശ്മീർക്ക് അറിയും എന്ന് വിചാരിക്കുന്നു. കാശ്മീർ ഇവിടെ ഉണ്ടാകുന്നതാണ് പറഞ്ഞതിനോട്. 24ഉം ഈ മേളയിൽ പങ്കാളിയാവുകയാണല്ലോ മനോഹരമായിട്ട്. നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ ഒരു പുലി വന്നു എന്ന് കേട്ടാൽ പേടിച്ച ആളുകൾ ഓടുകയാണ്. ഇത് പുലിയെ കാത്തിരിക്കുകയാണ്, ഒരു ജനക്കൂട്ടം പുലിയെ കാത്തിരിക്കുകയാണ്. പുലി അരമണിയിലേക്ക് വൈകുന്നേരം 4 മണിയോടുകൂടി രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞാൽ നഗരം മുഴുവൻ പുലിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ 2-3 ദിവസമായിട്ട് ഈ പുലി മടകളിലൂടെയുള്ള യാത്രയാണ്. ഓരോന്നിനും പുലിക്ക് സൗകര്യമൊരുക്കാൻ എല്ലാവരും കൂടി നിൽക്കുന്നത് കേട്ടിട്ടില്ലല്ലോ. പുലിയെ സ്വീകരിക്കാനും പുലിക്ക് സൗകര്യമൊരുക്കാനും എല്ലാവരും കൂടി നിൽക്കും. സാധാരണ പുലി എന്ന് പറയുമ്പോൾ നാട്ടുകാർ മുഴുവൻ ആശങ്കയിലാകുന്നു, പേടിക്കുന്നു, ഇതൊക്കെയാ. പക്ഷെ ഇത് നേരെ തിരിച്ചാണ്. പുലികൾക്കായുള്ള കാത്തിരിപ്പ്. പുലിമടയിലേക്ക് നമ്മൾക്ക് എപ്പോ വേണമെങ്കിലും കയറി ചെല്ലാം. ഞാനിപ്പോ ഒരു പുലിമടയിലാണ് നിൽക്കുന്നത്. ഇത് വിയൂർ യുവജന സംഘം അല്ലെ? വിയൂർ യുവജന സംഘത്തിന്റെ പുലിമടയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതുപോലെ 9 പുലിമടകളിപ്പോ ഒരേ സമയം പുലർച്ചെ 4 മണി മുതൽ ചായം തേക്കുകയാണ്. ഇപ്പൊ പണ്ട് ഈ പിന്നെ ഇലകളൊക്കെ അരച്ചിട്ടുള്ള ചായങ്ങളാണ്. ഇപ്പൊ അതിൽ നിന്ന് പെയിന്റിലേക്ക് കടന്നു. യഥാർത്ഥത്തിൽ ഇതൊന്നും മാറ്റിയെടുക്കാൻ ഇനി എത്ര മണിക്കൂറുകൾ നീണ്ട. നമ്മൾ രാത്രി 10 മണിയാകുമ്പോൾ പുലിക്കളിയൊക്കെ കണ്ട് സന്തോഷപൂർവ്വം നമ്മുടെ മടകളിലേക്ക് മടങ്ങും. പക്ഷെ ഇവര് ഈ പുലിമടകളിൽ ഇനിയും രാത്രി ഏറെ വൈകുവോളം തേച്ച ചായം മാറ്റാൻ വേണ്ടിയിട്ടുള്ള വലിയ. സത്യം പറഞ്ഞല്ലേ മിസ്റ്ററെ, ഞാൻ ആലോചിച്ചു ഈ കുറച്ച് ചായ ഇവിടെ ഒന്ന് തേച്ചാലോന്ന്. പക്ഷെ പിന്നെയാണ് അതിന്റെ അപകടം മനസ്സിലായത്. അത്ര സുഖം ഉണ്ടാവില്ല. ആ പിടുത്തം പിടിച്ചിട്ട് അത്ര സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് തേച്ചാൽ മതി. താങ്ക് യു. അപ്പൊ നമ്മുടെ ഒരു വിയൂർ യുവജന സംഘത്തിന്റെ ഒരു പുലി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പുലിയും കൂടെ ഒന്ന് പ്രേക്ഷകർക്ക് ഒരുക്കം തുടങ്ങിയിരിക്കുന്നു. ഈ ചേട്ടൻ നമ്മുടെ സ്ഥിരം പുലിയാട്ടോ. എവിടെ ചെന്നാലും ഈ ചേട്ടനുണ്ട്. നമ്മുടെ അത്തം ഘോഷയാത്രയിലെ പ്രധാന താരമായിരുന്നു ഈ ചേട്ടൻ. ചേട്ടന്റെ പേരെന്താ ഒന്നും കൂടെ പറയോ? എന്റെ പേര് രഘുനാഥ്. എത്ര കൊല്ലായി ചേട്ടാ? 29ാമത്തെ വർഷമാണ്. കൈ അനക്കാൻ പറ്റില്ല അല്ലെ? അവര് പിടിച്ചിർത്തിയ ഇനി അനക്കാൻ പറ്റില്ല. ഇനി പൊള്ളിക്കണം നമുക്ക്. അപ്പൊ അതാണ്, നമ്മൾ ഇന്ന് പൊള്ളിക്കും. നമ്മളും പുലികളായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് ഹാഷ്മി ക്രിസ്റ്റീന. ഓക്കെ, അപ്പൊ വിയൂർ ദേശത്ത് നിന്നാണ് സ്മിത ഹരിദാസ്. കൂടെ മന്ത്രി കെ രാജൻ ഉണ്ടായിരുന്നു. മിനിസ്റ്റർ കാണാം. അപ്പോ ഇനിയിപ്പോ നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കാണ്? നമ്മൾ പോകുന്നത് സൂരജ് സജ്ജയാണ്. നായ്ക്കനാൽ സംഘം. സൂരജ്, ഈ പറയുന്ന കൊടവയറ എന്ന് സാധാരണ വിളിച്ചു കഴിഞ്ഞാൽ അത് ബോഡി ഷേമിങ്. പക്ഷെ അവിടെ പുലികളി നഗരിയിൽ കൊടവയറ എന്ന് വിളിച്ചത് ക്രെഡിറ്റാ, അംഗീകാരം. അപ്പോൾ നായ്ക്കനാൽ സംഘം ദീർഘവർഷങ്ങൾക്ക് ശേഷം ഇറങ്ങുകയാണ്. അവരുടെ എനിക്ക് തോന്നുന്നു 6-7 വർഷം ആയിട്ട് നായ്ക്കനാൽ ഇറങ്ങുന്നില്ല. അപ്പോൾ അവർ ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അവരുടെ എന്തോ സസ്പെൻസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇറങ്ങുമ്പോഴത്തേക്ക് പോയതിൻ്റെയൊക്കെ തീർത്ത് അടിക്കാനുള്ള പരിപാടികളൊക്കെ അവരുടെ പക്കലുണ്ട്. എന്തൊക്കെയാണ് കാഴ്ച സൂരജ്? മോർണിംഗ്. ഹാഷ്മി, തീർച്ചയായും എന്തായാലും നായ്ക്കനാൽ സംഘവും വലിയ ആവേശത്തിൽ തന്നെയാണുള്ളത്. 7 വർഷത്തിന് ശേഷം ഇറങ്ങുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവരുടെ ചമയമൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന പ്രദേശത്താണ്. നമ്മളോടൊപ്പം അതായത് ഈ പുലികൾ ഇറങ്ങുമ്പോൾ ഈ പുലിക്കൂട്ടത്തിന് പിന്നാമ്പുറത്തുള്ള പുലികളാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കണം. ടാബ്ലോയിന്റും കാര്യങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ബാക്കിയുള്ളത് ഇവിടെ ആവേശപരമായിട്ട് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നു. പുലികൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ 6 മണിക്ക് ശേഷം വര തുടങ്ങി. പിന്നെ നാഗ്നാൽ പുലിക്കളി സമാജം 7 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഇറക്കുന്നത്. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇറക്കാറില്ല. ഇപ്പോൾ പൊതുവെ ഒരു അഭിപ്രായം വന്നു,
നമുക്കിത് തുടർന്ന് പോകണം എന്നുള്ളൊരു അഭിപ്രായം വന്നപ്പോൾ എല്ലാവരും കൂടി ഒരു ഒത്തൊരുമയോടുകൂടി ഇറക്കാൻ തീരുമാനിച്ചു. ആ നല്ല ആവേശത്തോടു കൂടി തന്നെ മുന്നേറുകയാണ്. ഇപ്പോൾ വരാൻ തുടങ്ങി, ടേബിളിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം ഭംഗിയായി നടക്കുന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. എന്തായാലും ആഷ്മി അത് തന്നെയാണ്. അതായത് കൂടുതൽ സംഘങ്ങൾ ഇക്കുറി ഈ പുലിക്കളിയിലേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കോർപ്പറേഷനെ സംബന്ധിച്ച് 3 ലക്ഷത്തിലധികം രൂപയുടെ ധനസഹായം കോർപ്പറേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. കേന്ദ്ര ധനസഹായമായി ഇന്നലെ കേന്ദ്രമന്ത്രിയുടെ അറിയിപ്പായി തന്നെ വന്ന കാര്യമാണ്. 3 ലക്ഷം രൂപ കേന്ദ്ര ധനസഹായമായി ലഭിച്ചിരിക്കുന്നു. അങ്ങനെ വിവിധ ധനസഹായങ്ങളടക്കം വന്നിരിക്കുന്നു. കൂടുതൽ സംഘങ്ങളെ ഇപ്പോൾ ഈ പുലിക്കളിയിലേക്ക് ആകർഷിക്കുന്ന തരത്തിലേക്ക് ഈ ധനസഹായങ്ങളെല്ലാം മാറി. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ പുലി തയ്യാറായിക്കൊണ്ടിരിക്കുന്നതാണ്. നായ്ക്കനാൽ സംഘത്തിന്റെ ഒരു പുലി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതാണ് ദൃശ്യത്തിൽ. പുലിയുടെ പേരെന്താ? പുലി ജിനീഷ്. ഇതിപ്പോ എത്ര നേരം എടുക്കും? ഇതൊരു 3/4 മണിക്കൂർ എടുക്കും. റെഡി ആയി കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം വരെ നിൽക്കണം. 4 മണിക്ക് ഇറങ്ങാൻ പറ്റൂ? ഇല്ല, നമ്മളെ നിപ്പ് നിൽക്കും. ഇപ്പൊ എത്ര വർഷമായി ഈ പുലിക്കളിക്ക് ഇറങ്ങി തുടങ്ങി? ആദ്യമായിട്ടാണ്. ആദ്യമായിട്ട് ഇറങ്ങി കപ്പടിക്കണം. അത് തന്നെയാണ്. എന്തായാലും ആദ്യമായിട്ട് ഇറങ്ങുന്ന പുലിയാണ്. വലിയ ആവേശത്തിലാണ്. ആദ്യം റെഡി ആവുകയാണ്. ഇനി 4 മണി വരെ കാത്തു നിൽക്കണം ഈ പുലിയെ സംബന്ധിച്ച്. പക്ഷെ അതൊന്നും പ്രശ്നമല്ല എന്നുള്ളതാണ് പറയുന്നത്. വിവിധ മടകളിൽ ഇത്തരത്തിൽ പുലികൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആഷ്മി, ക്രിസ്റ്റിന. ഇപ്പോൾ സൂരജ് സജിയാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി ശ്രീനിതാകൃഷ്ണനുണ്ട്, ഒരു കുട്ടിപ്പുലിയെ പോലെയുള്ള കോസ്റ്റ്യൂം ഒക്കെ ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ശ്രീനിത, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ സീതാറാമിൽ ആ ഏരിയയിൽ നിന്നാണ്, അവരുടെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ എത്രത്തോളം ആവേശമുണ്ട് അവർക്ക്? ഹാഷ്മി, വെരി ഗുഡ് മോർണിംഗ്. ഇവിടെ ഉണ്ടല്ലോ പുലിനെ തട്ടിട്ട് നടക്കാൻ പറ്റില്ല, നമുക്ക് പിടിച്ചു കെട്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നിന്നത്. പക്ഷെ പുലികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ നപ്പ് സാധനങ്ങളാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് സീതാറാമിൽ ദേശത്താണ്. ദാ ഇവിടെ പുലിവരെയൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കാണ്. ഭയങ്കര തിരക്കിലാണ്. ഇത് ഒരു മിനിറ്റ് ഇട്ടാ, നമുക്ക് പുലികളിക്ക് പോണതിന് മുന്നേ അതിന്റെ അണിയറ പ്രവർത്തകരുണ്ടാവുന്ന പുലികളുണ്ടല്ലോ, അതിലൊരു പുലിയാണിത്. പുലി, എന്താണ് വിശേഷം? എങ്ങനെയുണ്ട് നമ്മുടെ പുലിവരെയൊക്കെ? എങ്ങനെ പുലിവര നമ്മൾ ഒരു 6 തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷങ്ങളിലും അതിഗംഭീരമായ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടുന്ന് കടന്നു വരുമ്പോൾ തന്നെ അറിയാം, ഇതൊരു പുലി മട തന്നെയായിട്ടാണ് നമ്മൾ ഒരു ഗുഹയുടെ ഉള്ളിൽ വരയ്ക്കുന്നത്. പ്രതീതിയാണ് ഈ ഭാഗത്തുണ്ടാക്കിയത്. വളരെ നല്ല കലാകാരന്മാരാണ്. തൃശ്ശൂരത്തെ ഏറ്റവും നല്ല കലാകാരന്മാരാണ് പുലി വരയ്ക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കുടവേറന്മാർ ഉൾപ്പെടെ ഉള്ള ആളുകളുണ്ട്. അവര് കുടവേറുണ്ടെങ്കിലും നല്ല കാശ് കൊടുത്തിട്ട് നല്ല വയറുള്ള ആൾക്കാരെ വാങ്ങിച്ചിട്ടുണ്ട്. 10,000 തൊട്ട് 15,000 വരെ ഒരു പുലിക്കുള്ള പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അവർ വരയ്ക്കാനും മറ്റുള്ള കാര്യങ്ങൾ എക്സ്പെൻസ് വേറെ വരും. എങ്കിൽ കൂടി ഞങ്ങൾ ഇതൊരു മത്സരാധിഷ്ഠിതമായിട്ട് കാണുന്നത്. മുഴുവൻ സമയങ്ങളിലും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അതിവിപുലമായ രീതിയിൽ പുലികളിലെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ടവസറുമേ പോലും LED പിടിപ്പിച്ചിട്ടുള്ള പുതിയ വെറൈറ്റി. നമുക്ക് ഒരു സസ്പെൻസ് കിട്ടി. സീതാറാം മില്ലിൽ നിന്ന് വരുന്ന ഏറ്റവും സസ്പെൻസ് ആയിട്ടുള്ള ലൈറ്റാണ് LED. അതാണ് LED പുലിയാണ് ഞങ്ങൾ രംഗത്തിറക്കുന്നത്. അതേപോലെ തന്നെ LED ടാബ്ലോയും ഞങ്ങൾ ഈ പ്രാവശ്യം ഉണ്ട്. നിരവധി ലൈറ്റിന്റെ അവസരത്തിലാണ് കൂടുതൽ ഭംഗിയായ രീതിയിലാണ് നടത്തുന്നത്. തൃശ്ശൂർ നഗരം തിളങ്ങും. ഇവിടെ സീതാറാമിൽ ദേശത്തിന്റെ പുലികൾ ഇറങ്ങുമ്പോൾ തൃശ്ശൂർ നഗരം തിളങ്ങാനുള്ള ഐറ്റംസ് ഇവിടെ അണിയറയിൽ റെഡി ആവുന്നുണ്ട്. ഇതാ നമുക്ക് ഇവിടെ കാണാം. പുലികളൊക്കെ എന്റെ അമ്മയെ വലിയ വയറുകളുണ്ട്. നമ്മൾ ഓരോ ടൈമിൽ വരുമ്പോ ഓരോ ടൈപ്പ് വയറുള്ള പുലികളെ കാണാൻ പറ്റും. പുലി ഒരു സെക്കൻഡ് ഇട്ടാവും. പുലിയുടെ ബൈചേട്ടൻ എവിടെയാണ് വീട്? ചേർപ്പില്. ബൈചേട്ടൻ എല്ലാ തവണയും കിട്ടാറുണ്ടോ പുലി? കിട്ടാറുണ്ട്. നല്ല സൂപ്പർ വയറാണല്ലോ. സൂപ്പർ വയറാണെന്ന് എല്ലാരും പറയാറുണ്ടോ? എല്ലാരും പറയാറുണ്ട്. ചിലര് വയറിനെ കളിയാക്കാൻ, അങ്ങനെ കളിയാക്കി ഉണ്ടോ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഇത്തവണ കലക്കും. അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും പല ടൈപ്പ് വയറുള്ള പല ആൾക്കാരുണ്ട്. നമ്മളിവിടെ ഓരോ സമയത്ത് വരുമ്പോ ഓരോ തരം കാഴ്ചകളാണ്. പിന്നെ നേരത്തെ ആ പുലി വേഷം കെട്ടാത്തൊരു പുലി പറയുന്നത് കേട്ടു, LED പുലിയാണ് അവർ ഇറക്കാൻ പോകുന്നതെന്ന്. അപ്പൊ വളരെ പേരും പെരുമയുള്ള ഒരു ദേശമാണ് സീതാറാം മിൽ ദേശം. അപ്പൊ ഇവര് സെറ്റ് ചെയ്ത് തന്നെ ഒരു പുലിമട പോലെയാണെന്നാണ് പറയുന്നത്. അപ്പൊ സീതാറാം മിൽ ദേശത്തെ പുലിമടയിൽ നിന്ന് ഒരുപാട് വെറൈറ്റി കാഴ്ചകളുണ്ട്. ഇവിടെ വെളുപ്പിന് തുടങ്ങിയതാണ് ചായം തേക്കൽ. അപ്പൊ പല ടൈപ്പ് പുലികളുണ്ട്. ഇനിയും സർപ്രൈസ് ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ഒരുമിച്ച് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രേക്ഷകര് 24 വിടാതെ ഇവിടെ കാത്തിരുന്ന് കാണണം. പല വെറൈറ്റി കാഴ്ചകളും നമ്മൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ സീതാറാം മിൽ ദേശം അവരുടെ പുലികളുമായി പുലിമടയിൽ റെഡിയാണ്. വൈകിട്ടോടെ എല്ലാ പുലികളും പുറത്തു ചാടും. ഓക്കേ, അപ്പൊ അവിടെ പുലികൾ പൊളിക്കും എന്നാ പറയുന്നത്. LED പുലികളാണ് വരുന്നത്. LED പുലി മാത്രം. LED പുലി, ഫ്ലൂറസന്റ് പുലി, പച്ചപ്പുലി, മഞ്ഞപ്പുലി, കരിമ്പുലി, വെള്ളപ്പുലി, നീലപ്പുലി എന്ന് വേണ്ട പുലികളുടെ ഒരു പുലികൾ അങ്ങ് ഇറങ്ങുകയാണ്. ഓരോ ഫ്ലോട്ടുകളൊക്കെ ഉണ്ട്, പുലി വണ്ടികളുണ്ട്. ഇക്കുറി പുലിയുടെയും മീന്റെയും പുലിയുടെ തലയോട് ചേർത്ത് മീൻപുലി വണ്ടി, പുലിമീൻ വണ്ടി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ രസമായിരിക്കും സംഭവം. പുലിവരയ്ക്കും സമയ പ്രദർശനത്തിനും ഒക്കെ സമ്മാനമുണ്ട്. അപ്പൊ വാശി കൂടും.
വാശി കൂടും, ഗംഭീരമാവും, കൂടുതൽ കൂടുതൽ വെറൈറ്റി ഉണ്ടാകും, കൂടുതൽ കൂടുതൽ സസ്പെൻസ് ഉണ്ടാകും. അയ്യന്തോൾ ദേശമൊക്കെ എല്ലാ വർഷവും ഓരോരോ പുതുമ ഇറക്കാറുണ്ട്. ഇക്കുറി അവരുടെ പുതുമ എന്താണെന്ന് അറിയില്ല. അങ്ങനെ പല പുതുമകളുമായി നമുക്ക് എന്തായാലും ഉച്ച കഴിഞ്ഞ് അവിടെ മടകൾ ഉണരും, മടകളിൽ നിന്ന് പുലികൾ ഇറങ്ങും. ആ പുലികൾ പക്ഷേ പേടിപ്പിക്കുന്ന പുലികളല്ല, ചിരിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന പുലികളാണ്, കൊടവയറം പുലികളാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞത് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.